മച്ചാമാരെ സപ്ലൈ പോയിരിക്കുകയാണ്. ചെറിയൊരു പരിപാടിയുണ്ട്. മൊത്തത്തിൽ ചെറിയൊരു പണിയും കിട്ടിയിട്ടുണ്ട്. പെട്രോളില്ല, വെളിച്ചമില്ല, മൊബൈലിൻ്റെ ഫ്ലാഷ് മാത്രമാണ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മച്ചാമാരെ ചെറിയൊരു പരിപാടിയാണ്, വലിയ കാര്യമായിട്ടുള്ള പ്രശ്നമൊന്നുമില്ല. ചെറിയ സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറിയ പരിപാടിയാണ്. എന്തായാലും നമുക്കൊന്ന് നോക്കാം. കൂട്ടത്തിൽ വേറെ ആളുമില്ല, നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളു തരും. ചെക്കിങ് ഒക്കെ ഇത്രയും മെനക്കെട്ട പരിപാടിയായിരിക്കും. അതേപോലെ തന്നെ ചെക്ക് ചെയ്യണമെങ്കിലും അങ്ങനെ പറ്റുള്ളൂ. ഹായ്, നമസ്കാരം മച്ചാമാരെ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ഇൻട്രോ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിക്കാൻ എന്തെങ്കിലും വലിയ കംപ്ലൈൻറ്റ് സംഭവങ്ങളൊക്കെ ആയിരിക്കും പതിവ് പോലെയാണ്. പക്ഷേ തികച്ചും അങ്ങനെയല്ല. ഇന്നത്തെ ഈ സംഭവം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ്. ഇങ്ങനൊരു സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇത്തരത്തിലുള്ള സാഹചര്യത്തിലൂടെ നമ്മൾ ഇലക്ട്രീഷ്യന്മാർ പലപ്പോഴും കടന്നു പോയിട്ടുണ്ടാകും. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ സിംഗിളായിട്ട് വർക്ക് ചെയ്യുന്നവർ എവിടെയെങ്കിലും ഒരു പവർ ഫെയിലിയറോ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് ചെക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ കൂട്ടത്തിൽ മറ്റാരും ഇല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് മുന്നേ നിങ്ങൾ കണ്ടതുപോലെയുള്ള സാഹചര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇതേപോലുള്ള ഒരു ടോർച്ച് ഉപയോഗിച്ച് സംഭവങ്ങൾ അടിച്ചു പിടിക്കുക, അല്ലെങ്കിൽ ഒന്നിങ്ങനെ വെക്കുക, അല്ലെങ്കിൽ അടിച്ചു പിടിച്ചൊക്കെ വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും. ഇത്തരത്തിലുള്ള സാഹചര്യങ്ങൾ നമ്മുടെ പല സുഹൃത്തുക്കൾക്കും നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. ഇലക്ട്രീഷ്യന്മാരായിട്ടുള്ള ഒട്ടുമിക്ക ആൾക്കാർക്കും അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടാകും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഫേസ്ബുക്കിൽ ഇങ്ങനെ ജസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തൊരു ലൈറ്റ് ഫിറ്റിങ്സ്, ഒരു ഹെഡ്ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു സംഭവം, ഒരു വീഡിയോ കാണുന്നുണ്ടായി. അതിങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ തെളിയുന്നൊരു ലൈറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ അത് എവിടെ കിട്ടുമെന്നുള്ള സംഭവമൊക്കെ ഞാൻ നോക്കി. മാർക്കറ്റ് ഓൺലൈനിൽ നിന്ന് മേടിക്കുക എന്നുള്ളൊരു കാര്യത്തിലേക്ക് ഇരിക്കുന്ന സമയത്താണ് ഇന്ന് ഞാൻ എറണാകുളം മാർക്കറ്റിലൂടെ പോകുമ്പോൾ ഇതായിരിക്കും കണ്ണുമ്പിൽ ആ സാധനം. അപ്പോൾ അങ്ങനെ ആ സംഭവം ഞാനൊന്ന് ഒരെണ്ണം മേടിച്ച് നോക്കിയോട്ടാ. അത് നിങ്ങളെ കാണിക്കാനായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഇതാണ് സംഭവം. അപ്പോൾ ഇതിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഹെഡ് മൗണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. ഇതിൻ്റെ അകത്ത് ഇവിടെ ഒരു 3 ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യത്തിന് വെട്ടമായി നല്ല സിമ്പിളായിട്ട് ഇന്ന് വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുള്ള സംഭവമാണ്. എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ളൊരു സംഭവം കൊണ്ടിട്ട് ഞാനിത് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. കാരണം ഇത് നമ്മളായിട്ട് കണ്ടുപിടിച്ചതോ മറ്റുള്ള രീതിയിലുള്ള സംഭവങ്ങളൊന്നും അല്ല. ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ ഇത് വളരെ ഉപകാരപ്പെടും. നമ്മളിപ്പോൾ ഒരു ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പോകുമ്പോൾ DB ഡ്രസ്സിങ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ DBയിലെ ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമായിരിക്കും ഇത്. അപ്പോൾ ഇതിൽ പല മോഡുകളുണ്ട്. അതിൽ ഒന്നാമത്തെ മോഡാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. അത് രണ്ടാമത്തെ മോഡിൽ ലൈറ്റ് ലേശം ഡിമ്മായി. അടുത്ത മോഡിലേക്ക് വരുമ്പോൾ ഇത് വാം വൈറ്റ് എന്നുള്ള കളറിലേക്ക് മാറും. ഓണാക്കി കാണിച്ചു തരാം. തലയിലിരുന്ന് പറഞ്ഞില്ല. ഫസ്റ്റ് ഓണാക്കുമ്പോൾ വൈറ്റ് വരും. ഫുൾ വൈറ്റാണ്, നല്ല ബ്രൈറ്റ് ആയിട്ടുള്ളൊരു വൈറ്റാണ്. അതിനുശേഷം നമ്മൾ മാറ്റുമ്പോൾ ഇത്തിരി കൂടി ഡിമ്മായിട്ടുള്ള ലൈറ്റ് വൈറ്റായിട്ട് വരും. അതിനുശേഷം ഒന്നുകൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വാം വൈറ്റ് കളറായിട്ടാണ് കിട്ടുന്നത്. അതിനുശേഷം വാം വൈറ്റ് തന്നെ ഇത്തിരി കൂടി ലൈറ്റ്. അതിനുശേഷം നമുക്ക് റെഡ്. അത് നമ്മളിപ്പോൾ റോഡ് സൈഡിൽ അതേപോലുള്ള മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഹസാർഡായിട്ടുള്ള ഏരിയയിൽ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് വെക്കാൻ പറ്റും. അത് നമുക്ക് ഇവിടെ ബാക്ക് സൈഡിലോ സംഭവമായിട്ട് വെക്കാനായിട്ടൊക്കെ പറ്റും. അതേപോലെ തന്നെ ഒന്നുകൂടി പ്രസ് ചെയ്താൽ ഇത് റെഡ് ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പിലാണ് അത് വരിക. കണ്ടോ, ഇതേപോലെ റെഡ് ബ്ലിങ്ക് ചെയ്യുന്ന ടൈപ്പിൽ വരും. പിന്നെ നമുക്കത് ഇതേപോലത്തെ ടോർച്ച് സംഭവമായിട്ടും ഇത് വരും. ഇതൊക്കെ നമുക്ക് DB ഡ്രസ് ചെയ്യാൻ പോകുമ്പോഴും അതേപോലെ തന്നെ DBയിലേക്ക് കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യാൻ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. അതേപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിവൈസ് കൂടിയാണ്. എൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളായിട്ടൊന്ന് കാണിച്ചു തരാം. വളരെ ചെറിയൊരു വീഡിയോ ആണ്. ആ കണ്ടൻറ്റ് ആദ്യമേ അങ്ങനെ ക്രിയേറ്റ് ചെയ്തതിന് നിങ്ങളോട് ക്ഷമിക്കുന്നത്. കാരണം നമ്മുടെ വീഡിയോസ് എല്ലാം ആ രീതിയിൽ പ്രതീക്ഷിക്കുന്നവരായിരിക്കും. പക്ഷേ നമുക്കുണ്ടാകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും അത്തരത്തിലുള്ളവയായിരിക്കും. അതുകൊണ്ടിട്ടാണ് ആ ഒരു സാഹചര്യം കൂടി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അങ്ങനെ കാണിക്കാനായിട്ട് ശ്രമിച്ചത്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊന്ന് കാണാം. എന്നിട്ട് ഇവിടെ നിന്ന് വാങ്ങാൻ കിട്ടുമെന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഉൾപ്പെടുത്തുകയും തീർച്ചയായിട്ടും ഒരു ഇലക്ട്രീഷ്യൻ എന്ന നിലയിൽ എനിക്ക് വളരെ ഉപകാരപ്പെടുന്നൊരു സംഭവമാണ്. ഞാൻ തേടി നടന്നിട്ട് കിട്ടിയൊരു സാധനമാണ്. അത് നിങ്ങൾക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. തീർച്ചയായിട്ടും വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നമുക്കിതിനെ വീഡിയോയിലേക്ക് പോകാം. മോശം ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ് വന്നിട്ടുള്ളത്. ഇങ്ങനെയാണ് ഈ സംഭവം വന്നിട്ടുള്ളത്. ഇതൊരു ബെൽറ്റ് ടൈപ്പാണ്. അതേപോലെ തന്നെ 3 സെറ്റ് ലൈറ്റുകളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. മേളിൽ വൈറ്റ്, സെൻട്രലായിട്ട് വാം വൈറ്റ്, അടിയിൽ റെഡ് കളർ. നേരത്തെ നമുക്ക് കണ്ടില്ലേ അതേപോലെ തന്നെ. പിന്നെ ഈ സൈഡിലായിട്ട് നമുക്കിവിടെ ഒരു ടോർച്ച് വന്നിട്ടുണ്ട്, ചെറിയൊരു ടോർച്ച് ലൈറ്റും വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് മറ്റേ സെൻസറാണ്, അതായത് മോഷൻ സെൻസറാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഓൺ ആക്കണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓണാവും, ലൈറ്റ് ഓണാവും, നമുക്ക് കാണാം.
ഓക്കെ, അതേപോലെ തന്നെ ഇവിടെ ഒരു പവർ ബട്ടൺ, ഇത് ആ മോഷൻ സെൻസറിൻ്റെ മോഡ് ഓൺ ആക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം. ഇവിടെ ഒരു ചാർജിങ് പോർട്ടും ഈ സൈഡിലായിട്ട് അതിൻ്റെ LED ഇൻഡിക്കേറ്ററും കാര്യങ്ങളും കാണാനും സാധിക്കും. ഇതാണ് ജസ്റ്റ് പവർ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലൈറ്റ് വരും, നമുക്ക് തെളിയിക്കാം. പിന്നെ ഇത് മോഷൻ സെൻസറിൻ്റെയാണ്. ഇവിടെ റെഡ് ലൈറ്റ് തെളിയും. നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ആകും. തിരിച്ച് വീണ്ടും ആക്കി കഴിഞ്ഞാൽ ഓൺ ആക്കാനും സാധിക്കും. ഓക്കെ, ഒരു പ്രാവശ്യം കാണിച്ചാൽ ഓൺ, ഒരു പ്രാവശ്യം കാണിച്ചാൽ ഓഫ്. നേരത്തെ കണ്ട പോലെ തന്നെ മറ്റു മോഡുകൾ കൃത്യമായിട്ട് ലൈറ്റുകൾ നമുക്ക് ഇവിടെ തെളിയും. ഇപ്പോൾ വൈറ്റ് ഒരു പ്രാവശ്യം തെളിയും. അതേപോലെ തന്നെ വൈറ്റിനെ നമുക്ക് ഇത്തിരി കൂടി ഡിമ്മാക്കിയും തെളിയിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ വാം വൈറ്റ് കളർ ലഭിക്കും. അതേപോലെ തന്നെ വാം വൈറ്റ് ഡിമ്മായിട്ടും ലഭിക്കും. റെഡ് തെളിഞ്ഞ് നിൽക്കും, റെഡ് ബ്ലിങ്ക് ചെയ്യുന്ന രീതിയിലും വരും. പിന്നെ പ്രത്യേകിച്ച് നമുക്ക് സെൻസർ ഉള്ളതുകൊണ്ട് വളരെ ഉപകാരമുള്ളൊരു കാര്യം കൂടിയാണ്. ഓക്കെ, എൻ്റെ ചാർജ് എത്രത്തോളം നിൽക്കുമെന്ന് അറിയാൻ പാടില്ല, കാരണം ഞാൻ ചാർജ് ചെയ്തിട്ടായിരുന്നു. ഇപ്പോൾ അതാണ് ലാസ്റ്റ് സംഭവം ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും കണ്ടപ്പോൾ മേടിക്കാൻ തോന്നി. ഏകദേശം 350, ഏകദേശം എന്നല്ല, കൃത്യമായിട്ട് 350 രൂപയാണ് ഈ ഒരു പ്രോഡക്റ്റിന് വന്നിട്ടുള്ളത്. പക്ഷേ ശരിക്കും ഉപകാരപ്പെടുന്നു എന്ന് തോന്നി, അതുകൊണ്ടിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് ഇങ്ങനെ മേടിച്ചത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു. കാരണം മറ്റൊന്നുമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫാൾട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പോകുമ്പോൾ നമുക്ക് സപ്ലൈ ഓഫ് ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ DBക്കകത്തൊക്കെ പരിശോധിക്കാനൊക്കെ വെട്ടം ഇത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ എന്തായാലും ഇത് മേടിക്കാനുള്ള ലിങ്ക് ഈ ഒരു സംഭവത്തിന് തന്നെ ഞാൻ ഓൺലൈനിലുള്ള ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതേപോലെ ഇവിടെ ഷോപ്പുകളിൽ നമുക്ക് മേടിക്കാൻ കിട്ടും. എറണാകുളം മാർക്കറ്റിൽ സംഭവം അവൈലബിൾ ആയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു ബെസ്റ്റ് പ്രൈസിൽ നമുക്ക് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആർക്കെങ്കിലും വേണമെങ്കിലൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്ത് തരാനല്ല, നിങ്ങൾ ഡയറക്റ്റ് മേടിക്കാനുള്ള സംവിധാനം ഞാൻ ചെയ്തു തരാം. ഓക്കെ, അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ചെറിയൊരു വീഡിയോ ആയിരുന്നു, വലിയ കാര്യമുള്ള സംഭവമൊന്നുമല്ല. പക്ഷേ നമുക്കത് ഉപകാരപ്പെടും എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടിട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. ഓക്കെ, അപ്പോൾ തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.